Hi guys, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു നമ്മളുടെ കാർട്ടൂൺ കാരിക്കേച്ചർ, അതായത് നമ്മളുടെ ഫേസ് മാത്രം വെച്ചിട്ടൊരു നല്ലൊരു കാർട്ടൂൺ ടൈപ്പ് കാരിക്കേച്ചർ ആണ് ഇപ്പോൾ എല്ലാവരുടെയും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയും പോസ്റ്റൊക്കെ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതും അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതിനൊക്കെ കുറിച്ചാട്ടോ ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ തുടർന്ന് കാണുക. അതിനു മുമ്പ് എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് അധികം ടൈം കളയാണ്ട് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതൊക്കെ നമ്മളുടെ ഈ സൈഡിൽ കാണിക്കാം കേട്ടോ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോറിൽ ടൂൺ ആപ്പ് എന്നാണ് പേര്. ടൂൺ ആപ്പ് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മളൊന്ന് ഡൗൺലോഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് രണ്ട് ആപ്പാണ് നമുക്കിതിന് വേണ്ടി ഡൗൺലോഡ് ചെയ്യാനുള്ളത്. ഒന്ന് ടൂൺ ആപ്പും പിന്നെ വേണ്ടത് പിക്സാർട്ട് എടുക്കുക. അതും ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിക്സാർട്ട് ഫോട്ടോ എഡിറ്റർ അതും എടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് ടൂൺ ആപ്പിലേക്ക് പോവാം. അതിന് മുമ്പ് നമ്മളൊരു ഫോട്ടോ, നമ്മളുടെ ഫേസ് മാത്രമുള്ളൊരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് അതൊന്ന് ക്രോപ്പ് ചെയ്ത് നമ്മുടെ ഫേസ് മാത്രം ആക്കി വെക്കുക. അതൊരു സൈഡിലേക്ക് എഡിറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ടൂൺ ആപ്പ് എടുക്കാം. ടൂൺ ആപ്പിൽ ഇതേപോലൊരു ഗാലറി വരും. അതിൽ നമ്മൾ ഏത് പിക്ചറാണോ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത് അതെടുക്കുക. അപ്പം ഞാനിവിടെ എൻ്റെ ഒരു പിക്ചർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂ ടു ആപ്പ് എന്ന് പറഞ്ഞ മുകളിൽ ഒരു ആഡിൻ്റെ പൊക്കത്തായിട്ട് കാണിച്ചിട്ടുണ്ടാവും, അത് നിൽക്കുക. എന്നിട്ട് ആ ഫേസ് മാത്രമായിട്ടുള്ളത് സെലക്ട് ചെയ്യുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ വേറെ ഫോട്ടോസൊക്കെ, എൻ്റെ കയ്യിൽ എല്ലാ സൈഡ് ഫോട്ടോസും ഉള്ളത്, സ്ട്രെയിറ്റ് ഫോട്ടോസ് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോട്ടോ എടുത്തേക്കുന്നത്. എന്നിട്ട് ഓക്കെ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ദേ വി ആർ ഡ്രോയിങ് യുവർ കാർട്ടൂൺ എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് വരും. എന്നിട്ട് ഇത് ആക്ച്വലി നമുക്ക് എമൗണ്ട് പേ ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മളായിക്കൂടെ ഇതിൻ്റെ ഒരു ട്രെൻഡ് പോകുമ്പോഴേക്കും നമ്മൾ ഈ സംഭവം കൂടെ വിടും. അപ്പോൾ നമുക്ക് അത് പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. മുകളിലായിട്ട് രണ്ട് ആരോ കൊടുത്തിട്ടുണ്ട്, അത് പിടിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ ഒരു ആഡ് വരും. ഈ ആഡ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ക്യാൻസൽ ചെയ്യാം. സ്കിപ്പബിൾ ആഡ് ആണെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ആ ആഡ് തീരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്കത് ജസ്റ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ആഡാണ്. എന്നിട്ട് ഈ ഒരു പേജ് വന്നു. ഇതിൽ നമുക്ക് താഴെ കൊടുത്തേക്കുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു യെല്ലോ കളർ ഫേസ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ യെല്ലോ കളർ ഫേസിൻ്റെ സംഭവം എടുക്കാം. അതിങ്ങനെ ഹാഫായിട്ടായിരിക്കും വന്നേക്കുന്നത്. അത് ഫുള്ളാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഇതിൻ്റെ വാട്ടർമാർക്ക് വരും. നമുക്ക് ഇതിലല്ലെങ്കിൽ ബാക്കി ചെയ്യേണ്ടത് മൊത്തം പിക്സാർട്ടിലാണ്. അപ്പോൾ ഇത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതായത് ഈ ഒരു സ്ക്വയർ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു വാട്ടർമാർക്ക് വരത്തില്ല. എന്നിട്ട് നമുക്ക് ഇത് ക്യാൻസൽ ചെയ്തിട്ട് പിക്സാർട്ടിലേക്ക് പോവാം. അതിനു മുമ്പ് ഞാൻ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു നമ്മളുടെ എന്താ പറയുക, ഇമേജിൻ്റെ ഹെഡിൻ്റെ താഴത്തോട്ടുള്ള ബോഡി പാർട്ടും കൂടെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പിക്സാർട്ട് എടുക്കുക. പിക്സാർട്ടിൽ കണ്ടിന്യൂ ടു ആപ്പ് എടുക്കുക. ആ പ്ലസ് താഴെ കൊടുത്തേക്കുന്ന പ്ലസ് നിൽക്കുക. എന്നിട്ട് എഡിറ്റ് ഫോട്ടോ നിൽക്കുക. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള, അതായത് ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ കുറച്ച് തംബ്നെയിൽസ് ബാക്ക്ഗ്രൗണ്ട്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഈ ഒരു ബ്ലൂ കളർ അല്ലെങ്കിൽ യെല്ലോ ആണല്ലോ ഇപ്പോൾ എല്ലാവരുടെയും ഫേമസ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ യെല്ലോ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു ആഡ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ആഡ് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, യെല്ലോ വന്നു. ഇനി നമുക്കിതിൻ്റെ പുറത്തേക്ക് നമുക്ക് ബോഡി പാർട്ട് വെക്കണം. ഇപ്പം ഞാൻ ആക്ച്വലി ഒരു ഫീമെയിൽ വേർഷനും കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ആ ഒരു യെല്ലോ കളർ ഡ്രസ്സ് ഇട്ടേക്കുന്നതും കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമുക്ക് യെല്ലോ കളർ ഡ്രസ്സ് ഇട്ടത് നോക്കാം. ഇതിൽ നമുക്ക് ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആഡ് ഫോട്ടോയിൽ നമുക്ക് ഈ ഒരു യെല്ലോ ബാക്ക്ഗ്രൗണ്ട്, യെല്ലോ ബോഡി സെലക്ട് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ ഇത് വന്നു. ഇതിനി നമുക്കൊന്ന് ലാർജ് ആക്കിയിട്ട് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ അതിൻ്റെ ആ സെൻറ്റർ പോർഷനായിട്ടൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് നമുക്ക് നമ്മളുടെ ഫോട്ടോ, അതായത് ആ ഹെഡ് പോർഷൻ നമ്മൾ എഡിറ്റ് ചെയ്തേക്കുന്നത് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ ക്രോപ്പ് ചെയ്തേക്കുന്ന ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും ഇങ്ങനെയായിരിക്കും വന്നേക്കുന്നത്. ഇത് നമുക്കൊന്ന് അതിൻ്റെ ആ ഒരു ഫേസ് മാത്രമായിട്ട് സെലക്ട് ചെയ്യാം. ബാക്കി മൊത്തം നമുക്കൊന്ന് ഇറേസ് ചെയ്ത് കളയാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ കട്ടൗട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. കട്ടൗട്ട് എടുക്കുക. കട്ടൗട്ട് എടുത്ത് കഴിയുമ്പോൾ പേഴ്സൺ, ഫേസ്, ക്ലോത്ത്, സ്കൈ, ഹെഡ് എന്ന് പറഞ്ഞിട്ട് അതിൽ നമുക്ക് പേഴ്സൺ നിൽക്കുക. പേഴ്സൺ നെക്കി കഴിയുമ്പോഴേക്കും നമ്മളുടെ ആ ബാക്കി ഫുൾ പേഴ്സൻ്റെ ആ ഭാഗം മാത്രം, നമ്മളുടെ തലയും അതുപോലെ നെക്ക് പോർഷനും മാത്രം റെഡ് കളർ വരും. നമുക്കിതിൽ നെക്ക് പോർഷൻ വേണ്ട, നമ്മളുടെ ഹെഡ് മാത്രം മതി. അപ്പോഴേക്കും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കിയുള്ളത് മൊത്തം ജസ്റ്റ് ഇങ്ങനെ കൈവച്ചിട്ട് ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കഴുത്ത് മാത്രം മതി. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യാം. അപ്പോൾ അതേ കഴുത്ത് മാത്രം വന്നു. ഇനി നമുക്ക് ഇതൊന്ന് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളുടെ കഴുത്തിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു ചെറുതായിട്ട് ഒരു ഇത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ മോളിൽ തന്നെ ഇറേസർ എടുത്തിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഹെഡ് ഒന്ന് ചെറുതാക്കി കൊടുക്കുക, കാരണം ബോഡിയും നെക്കിൻ്റെ സൈസും ഒന്ന് സെയിം ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നെക്കിൻ്റെ കളറ്, എൻ്റെ ഫേസിൻ്റെ ഇതിൽ കൊടുത്തിരുന്ന ഫേസിൻ്റെ കളറും ആ നെക്കിൻ്റെ കളറും ഡിഫറൻസ് ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൽ സാച്ചുറേഷൻ എടുത്തിട്ട് ഒന്ന് ഇത്തിരി കൂട്ടി കൊടുക്കുക. ഒരു 56, ഒരു 60 ആക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം കളർ ടോൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ മുകളിൽ ടിക്ക് ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സേവ് ചെയ്യുക. സേവ് ഓപ്ഷൻ ഉണ്ട്, സേവ് നിൽക്കുക. അപ്പോൾ ഓൾറെഡി സേവ് ടു അവർ ഗാലറി. നമ്മളുടെ ഗാലറി പോയിട്ട് നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ അതെ, ഓൾറെഡി നമ്മളുടെ ഫോട്ടോ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പെൺകുട്ടികളുടെ, അതായത് ഇതിപ്പോൾ ഓൾറെഡി മെയിൽ ഡ്രസ്സാണല്ലോ, ഇതിന് പകരം നമുക്കൊരു ഫീമെയിൽ കോസ്റ്റ്യൂം ഇട്ടിട്ടുള്ളത് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ആ ഹെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് പിക്സാർട്ട് ഒന്നുകൂടെ എടുക്കാം. പിക്സാർട്ട് എടുത്തിട്ട് പ്ലസ് നിൽക്കുക, എഡിറ്റ് ഫോട്ടോ. അതിൽ നമുക്ക് ഇതിലൊരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടുത്തെ ആഡ് ഫോട്ടോ എടുത്തിട്ട് ഈ ഒരു ഫീമെയിൽ കോസ്റ്റ്യൂം എടുക്കുക, ആഡ് ചെയ്യുക. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടേക്കുന്ന കാരണം ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കട്ടൗട്ട് എടുക്കുക, ക്ലോത്ത്സ് എടുക്കുക. അപ്പോൾ ആ ക്ലോത്ത്സ് എടുത്താൽ ക്ലോത്ത് മാത്രമേ വരുള്ളൂ, നമുക്ക് കാലൊക്കെ വേണ്ടേ. പേഴ്സൺ എടുക്കുക. അപ്പോൾ പേഴ്സൺ എടുക്കുമ്പോഴേക്കും ആ കംപ്ലീറ്റ് കിട്ടും. എന്നിട്ട് സേവ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഇമേജ് വന്നല്ലോ. ഇനി നമുക്കിതൊന്ന് വലിച്ചിട്ട് കൊടുത്ത് അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ഫോട്ടോ എടുത്തിട്ട് നമ്മളുടെ ഹെഡ് മാത്രമായിട്ട് എടുക്കാം, ആഡ് ചെയ്യുക. എന്നിട്ട് കട്ടൗട്ട് കൊടുക്കുക, പേഴ്സൺ നിൽക്കുക. എന്നിട്ട് ബാക്കി മൊത്തം ആ ഫേസ് ഒഴിച്ച് ബാക്കി മൊത്തം ഇറേസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് സേവ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഹെഡ് വന്നു. ഇതൊന്ന് സൈസ് കുറച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു ബോഡി കളറും നമ്മളുടെ കളറും കൂടെ ഒന്ന് മാച്ചാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ അഡ്ജസ്റ്റ് എടുക്കുക, സാച്ചുറേഷൻ എടുക്കുക, ഒന്ന് കൂട്ടി കൊടുക്കുക. ഒരു 26 ഒക്കെ മതിയാവും, ഒരു 35 വെക്കാം. കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. സേവ് ഓപ്ഷൻ നിൽക്കുക, ഓൾറെഡി സേവ് ടു ഫോട്ടോ ഗാലറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. ഇപ്പോൾ എല്ലാവരും ട്രെൻഡായിട്ടുള്ള ഈ ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും ചെയ്ത് നമുക്കും ഇതേപോലെ ഇൻസ്റ്റയിൽ സ്റ്റോറി പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ മെയിൽ വേർഷനും ഫീമെയിൽ വേർഷനും കാണിച്ചു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളത്, ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ളത്. ഇത് ആപ്പ് സ്റ്റോറിലും അതുപോലെ തന്നെ നമ്മളുടെ ആൻഡ്രോയിഡ് ആയ പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു എഡിറ്റിംഗ് പ്രോസസ്സ് ആട്ടോ അത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു വൈറലായിട്ടുള്ള സംഭവം എത്രയും പെട്ടെന്ന് നിങ്ങളും ഭയങ്കരമായിട്ട് ഇട്ട്
സ്റ്റോറിയും പോസ്റ്റൊക്കെ ഇട്ട് നമുക്കും ആ ഒരു ട്രെൻഡിനനുസരിച്ച് പോവാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ അനുപ സൈനിങ് ഓഫ്. ബൈ.